പാമ്പുകളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് കീരികൾ എന്ന് നമുക്കറിയാം. എന്നാൽ വിഷപ്പാമ്പുകൾ സൈര്യവിഹാരം നടത്തുന്ന ഒരു ദ്വീപിലേക്ക് കീരികളെ തുറന്നുവിട്ടാൽ എങ്ങനെയുണ്ടാകും? കേൾക്കുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെൻ്റായി തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ജപ്പാനിലെ ഒരു ദ്വീപിൽ ഈ പരീക്ഷണം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ആ ദ്വീപിൽ നടന്ന കാര്യങ്ങൾ ജപ്പാൻ ഗവൺമെൻറ് പോലും സ്വപ്നത്തിൽ കരുതാത്ത കാര്യങ്ങളായിരുന്നു. ചരിത്രത്തിലെ തന്നെ വളരെ വിചിത്രമായ ഒരു സംഭവ വികാസമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. തെക്കൻ ജപ്പാനിലെ ഒരു കൊച്ചു സുന്ദരമായ ദ്വീപാണ് അമാമി ഓഷിമ. അവിടുത്തെ പ്രത്യേകതരം വന്യജീവികൾക്ക് ഈ ദ്വീപ് പ്രശസ്തമാണ്. പക്ഷേ അവിടെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ അപകടകാരിയായ ഹാബു പാമ്പുകളുള്ളതും. 1 മീറ്ററിലധികം നീളമുള്ള ഈ പാമ്പുകൾക്ക് നല്ല വേഗതയാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ അവ കടിക്കും. ഇതിൻ്റെ വിഷം അത്ര ഭീകരമാണ്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ആ സമയത്ത് അവിടെ പാമ്പുകടി അത്രയ്ക്കും സാധാരണമായിരുന്നു. ഒക്കിനാവയിലും അമാമിയിലും ആ കാലത്ത് 100 കണക്കിന് ആളുകൾക്ക് കടിയേറ്റു. ചുരുക്കത്തിൽ പറഞ്ഞാൽ എവിടെ നോക്കിയാലും പാമ്പുകളായതുകൊണ്ട് നാട്ടുകാർ എപ്പോഴും പേടിച്ചാണ് ജീവിച്ചിരുന്നത്. എങ്കിലും അവിടെ ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എപ്പോഴും ഫലം കണ്ടിരുന്നില്ല. പാമ്പ് വിഷത്തിനുള്ള മരുന്ന് അഥവാ ആൻറ്റി വെനം സൂക്ഷിക്കാൻ നല്ല തണുപ്പുള്ള സൗകര്യവും ആശുപത്രിയും വേണമായിരുന്നു. ഉൾനാടൻ ഗ്രാമങ്ങളിൽ ആരെങ്കിലും പാമ്പുകടിയേറ്റാൽ ആശുപത്രിയിലെത്തിക്കാൻ വൈകും. ദ്വീപിൻ്റെ ഭൂപ്രകൃതിയും ജനങ്ങൾ ചിതറിക്കിടക്കുന്നതും കാരണം വേഗത്തിൽ വൈദ്യസഹായം എത്തിക്കുക ബുദ്ധിമുട്ടായിരുന്നു. മരുന്ന് കൃത്യസമയത്ത് കിട്ടാത്തതുകൊണ്ട് മാത്രം പലർക്കും ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ദ്വീപ് മുഴുവൻ വലിയ തോതിൽ വൈദ്യുതിയും ആശുപത്രികളും എത്തിക്കുക എന്നത് അന്ന് പ്രായോഗികമല്ലാത്തതുകൊണ്ട് അവർ മറ്റു വഴികൾ ആലോചിച്ചു. അങ്ങനെയാണ് പ്രകൃതിയെ വെച്ചുതന്നെ ഇതിനെ നേരിട്ടാലോ എന്നവർ ചിന്തിച്ചത്. ഹാബു പാമ്പിൻ്റെ ശത്രുവായ ഏതെങ്കിലും ജീവിയുണ്ടോ എന്നായി തിരച്ചിൽ. അങ്ങനെ അവർ കീരിയെ അഥവാ ഇന്ത്യൻ മൊങ്കൂസിനെ കണ്ടെത്തി. പാമ്പുകളെ നേരിടാൻ കീരികൾ മിടുക്കന്മാരാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, കീരികൾ പാമ്പുകളെ മാത്രമല്ല തിന്നുന്നത്, കൈ കിട്ടുന്ന എന്തിനേയും അവ പിടിക്കും. എങ്കിലും ആ സമയത്ത് ദ്വീപിലേക്ക് കീരികളെ എത്തിക്കുന്നത് ഒരു 1.5 പ്ലാനാണെന്ന് എല്ലാവരും കരുതി. വീട്ടിലെ എലിയെ പിടിക്കാൻ പൂച്ചയെ വളർത്തുന്നതുപോലെ സിമ്പിളായതൊരു പരിഹാരം. അങ്ങനെ 1979 ആ പരീക്ഷണം തുടങ്ങി. ഏകദേശം 30 കീരികളെ ദ്വീപിൽ തുറന്നുവിട്ടു. പാമ്പിനെ പേടിച്ചു കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ചിന്തിച്ചതും നടന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകുമെന്ന് അന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആദ്യം കീരി പ്ലാൻ വലിയ ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും അവ കാട്ടിലേക്കിറങ്ങിയതോടെ കളി നാറി. ആ പ്ലാനിൽ കുറേ പാകപ്പിഴകളുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം ഇവരുടെ സ്വഭാവമായിരുന്നു. കീരികൾ പകൽ സമയം നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഹാബു പാമ്പുകളാകട്ടെ രാത്രിയിലാണ് പുറത്തിറങ്ങുക. അതുകൊണ്ടുതന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ വലിയ ചാൻസ് ഇല്ലായിരുന്നു. പാമ്പിനെ തപ്പിപ്പോകുന്നതിന് പകരം കീരികൾ പകൽ സമയം തങ്ങൾക്ക് പിടിക്കാൻ എളുപ്പമുള്ള മറ്റു ജീവികളെ വേട്ടയാടാൻ തുടങ്ങി. ചെറിയ മൃഗങ്ങൾ, തവളകൾ, പ്രാണികൾ ഇവരെയൊക്കെ കീരികൾ തിന്നു തീർത്തു. ഫലമെന്താണെന്ന് വെച്ചാൽ പാമ്പുകൾ കുറഞ്ഞതുമില്ല, കീരികൾ ഇഷ്ടം പോലെ പെരുകുകയും ചെയ്തു. 1999 ആയപ്പോഴേക്കും വെറും 30 കീരികൾ എന്നത് 10,000 വരെയായി മാറി. അതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. പാമ്പുശല്യം തീരാത്തതുകൊണ്ട് നാട്ടുകാർ നിരാശരായി. ഈ മൃഗങ്ങളുടെ രീതികൾ തമ്മിൽ ഒത്തുപോകാത്തതാണ് പരാജയത്തിന് കാരണമെന്ന് പിന്നീട് ശാസ്ത്രജ്ഞർ പറഞ്ഞു. കീരികൾ പാമ്പുകളെ മാത്രം തിന്നുന്നവരല്ല എന്ന കാര്യം അന്നേ ആലോചിക്കേണ്ടതായിരുന്നു. പെട്ടെന്നൊരു പരിഹാരം വേണം എന്നതായിരുന്നു അന്നത്തെ ചിന്ത. അതുകൊണ്ട് പ്രകൃതിക്കെന്തു സംഭവിക്കും എന്നാലും ആലോചിച്ചില്ല. 1990കളായപ്പോഴേക്കും കീരി പ്ലാൻ പാളിയെന്നു മാത്രമല്ല, അതൊരു വലിയ ദുരന്തമായെന്നും എല്ലാവർക്കും മനസ്സിലായി. അമാമി ഓഷിമയിൽ മാത്രം കാണുന്ന അപൂർവം കുറേ ജീവികളുണ്ട്. അവിടെ ശത്രുക്കളില്ലാതെ സുഖമായി കഴിഞ്ഞിരുന്ന അവർക്ക് കീരികളുടെ വരവ് വലിയ തിരിച്ചടിയായി. പാവം അമാമി മുയലുകളായിരുന്നു കീരികളുടെ പ്രധാന ഇര. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ മുയൽവർഗമാണിവ. സാവധാനം മാത്രം പെരുകുന്ന ഇവയെ കീരികൾ വേട്ടയാടി ഇല്ലാതാക്കാൻ തുടങ്ങി. പക്ഷികളെയും കീരികൾ വെറുതെ വിട്ടില്ല. നിലത്ത് കൂടുണ്ടാക്കുന്ന പക്ഷികളുടെ മുട്ടകളും കുഞ്ഞുങ്ങളെയും കീരികൾ തിന്നുകൊണ്ടിരുന്നു. തവളകളും പല്ലികളുമൊക്കെ കുറയുകയും മുയലുകൾ കുറഞ്ഞതോടെ ചെടികൾ അനിയന്ത്രിതമായി വളരുകയും ചെയ്തു. വനത്തിലെ ഓരോ കണ്ണിയും ഓരോന്നായി തകരാൻ തുടങ്ങി. ഇത് കാട്ടിൻ്റെ മൊത്തം സന്തുലിതാവസ്ഥ തകരുകയാണ് ചെയ്തത്.
തുടർന്ന് കീരികൾ ദ്വീപ് മുഴുവൻ പടർന്നതായി സർവേകൾ കാണിച്ചു. അപൂർവ മൃഗങ്ങൾ ഓരോന്നായി ഇല്ലാതായിക്കൊണ്ടിരുന്നു. ഈ ജീവികളെല്ലാം ആ ദ്വീപിൽ മാത്രമുള്ളതുകൊണ്ട് അവ അവിടെ തീർന്നാൽ ലോകത്തുനിന്ന് തന്നെ തുടച്ചുമാറ്റപ്പെടും എന്ന് ഇതൊരു വലിയ പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കി. അമാമി മുയലിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറി. ഈ സമയത്തും പാമ്പുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ ഭീഷണിയായി കീരികൾ മാറുകയാണ് ചെയ്തത്. 2000 ആണ്ടായപ്പോഴേക്കും കീരികൾ ദ്വീപ് മുഴുവൻ അടക്കി വാഴുന്ന അവസ്ഥയായി. ശാസ്ത്രജ്ഞർ പോലും ഞെട്ടിപ്പോയി ഇവരുടെ വളർച്ച കണ്ട്. കാട്ടിലൂടെ നടക്കുമ്പോൾ കേട്ടിരുന്ന കിളികളുടെ ശബ്ദമൊക്കെ നിലച്ചു. സർക്കാർ റിപ്പോർട്ടുകളും ഇതിനെ ഗൗരവമായി എടുത്തു. ഇപ്പോഴൊന്നും ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ വന്യജീവികൾ എന്നേക്കുമായി തീരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഒടുവിൽ കീരി പ്രോജക്റ്റ് ഒരു വൻ പരാജയമാണെന്ന് സർക്കാർ സമ്മതിച്ചു. അതോടെ നാട്ടുകാരും ആശങ്കയിലായി. കീരികളെ ഇങ്ങനെ വിടാൻ പറ്റില്ലെന്ന് ഉറപ്പായി. ഒന്നുകിൽ ഈ ജീവികളെ രക്ഷിക്കുക, അല്ലെങ്കിൽ കീരികളെ ഇല്ലാതാക്കുക. 1990കളുടെ അവസാനത്തോടെ ഇതൊരു യുദ്ധമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു. ദ്വീപിനെ രക്ഷിക്കാൻ കീരികളെ അവിടുന്ന് മാറ്റിയേ പറ്റൂ എന്ന അവസ്ഥയായി. അങ്ങനെ 1993 മുതൽ കീരികളെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. വലിയ പഠനങ്ങൾ തന്നെ സർക്കാർ നടത്തി. സാധാരണ രീതിയിൽ ഇവയെ പിടിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ കീരികളെ നേരിടേണ്ടി വന്നു. ആ അനുഭവങ്ങളാണ് പിന്നീട് വലിയ ദൗത്യത്തിന് സഹായിച്ചത്. നാട്ടുകാർക്കും കീരികൾ വലിയ ശല്യമായി മാറി. കൃഷിയും വളർത്തുമൃഗങ്ങളും നശിപ്പിക്കാൻ തുടങ്ങിയതോടെ അവരെ കൊല്ലണമെന്ന ആവശ്യം ശക്തമായി. ഇതൊരു ചെറിയ കളിയല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. നീണ്ട 30 വർഷത്തെ പോരാട്ടമായിരുന്നു അത്. 2000-ൽ സർക്കാർ ഇതിനായി വലിയൊരു ടീമിനെ തന്നെ ഇറക്കി. 2005-ൽ പുതിയ നിയമങ്ങൾ വന്നതോടെ ഇത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി മാറി. അമാമി മംഗൂസ് ബസ്റ്റേഴ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക ടീം രൂപീകരിച്ച് അവർ പണി തുടങ്ങി. വളരെ ചിട്ടയായ പണിയായിരുന്നു അത്. കാട്ടിലും മേട്ടിലും അവർ കെണികൾ വെച്ചു. ഓരോ കീരിയെ പിടിക്കുമ്പോഴും അതിന്റെ എല്ലാ വിവരങ്ങളും അവർ കൃത്യമായി എഴുതിവെച്ചു. ആയിരക്കണക്കിന് കീരികളെയാണ് അവർ ഓരോ വർഷവും പിടിച്ചത്. പക്ഷെ കീരികളും പുലിയായിരുന്നു. അവർ കെണികളിൽ വീഴാതെ ബുദ്ധിപൂർവ്വം രക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെ ടെക്നോളജി ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. ക്യാമറകൾ വെച്ചും മണം പിടിക്കാൻ മിടുക്കരായ നായകളെ ഉപയോഗിച്ചും അവർ കീരികളെ വേട്ടയാടി. സർക്കാർ ഓരോ വർഷവും ഇതിനായി കോടികൾ ചെലവാക്കിയിരുന്നു. നാട്ടുകാരും ഇതിൽ പങ്കുചേർന്നു. അതൊരു വലിയ ജനകീയ ദൗത്യമായി മാറി. 2010 കഴിഞ്ഞതോടെ ഫലം കണ്ടു തുടങ്ങി. പിടിക്കുന്ന കീരികളുടെ എണ്ണം കുറഞ്ഞു വന്നു. അതേസമയം മുയലുകളും പക്ഷികളും കാട്ടിൽ വീണ്ടും പ്രത്യക്ഷപ്പെടാനും തുടങ്ങി. പ്രകൃതി പതിയെ പഴയപടിയായി വന്നു. എങ്കിലും ആരും അശ്രദ്ധ കാണിച്ചില്ല. ഒരു കീരി ബാക്കിയായാൽ പോലും എല്ലാം വീണ്ടും തുടങ്ങേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. ഒടുവിൽ ആ സന്തോഷവാർത്തയെത്തി. വർഷങ്ങളോളം ഒന്നിനെയും കാണാതായതോടെ 2024 സെപ്റ്റംബർ 3-ന് അമാമി ഓഷിമ ഇപ്പോൾ കീരികളിൽ നിന്ന് മുക്തമാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ആലോചിച്ചു നോക്കൂ, ഒരു ദ്വീപിനെ വിഴുങ്ങിയ ശത്രുവിനെ അവർ പൂർണ്ണമായും തുരത്തി. എങ്കിലും നിരീക്ഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. പുതിയ ജീവികളൊന്നും വരാതിരിക്കാൻ കർശനമായ നിയമങ്ങൾ അവിടെയുണ്ട്. പ്രകൃതിയിൽ നമ്മൾ നടത്തുന്ന ചെറിയൊരു ഇടപെടൽ എത്ര വലിയ പ്രശ്നമുണ്ടാക്കുമെന്നതിന് ഇതൊരു വലിയ പാഠമാണ്. പെട്ടെന്നൊരു പരിഹാരം കാണുന്നതിന് മുൻപ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടി ചിന്തിക്കണം. പരിസ്ഥിതി എന്നത് ഒരു നൂൽപ്പാലം പോലെയാണ്. ഒരിടത്ത് തൊട്ടാൽ അതെല്ലായിടത്തും ബാധിക്കും. ചെറിയ ലാഭത്തിനു വേണ്ടി നോക്കിയ ജപ്പാൻ ഒടുവിൽ വലിയ വില നൽകേണ്ടി വന്നു. പ്രതിരോധമാണ് എപ്പോഴും നല്ലത് എന്ന് ഈ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ജപ്പാന്റെ മാത്രം കഥയല്ല. ലോകം മുഴുവൻ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കീരികൾ പലയിടത്തും വലിയ ശല്യമാണ്. ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥയെ വരെ ഇത്തരം അധിനിവേശ ജീവികൾ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അമാമി ഓഷിമയുടെ വിജയം വലിയൊരു മാതൃകയാണ്. 2021-ൽ ഈ ദ്വീപിനെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈ ദൗത്യത്തിന് വലിയ കരുത്തായി. ദ്വീപിനെ രക്ഷിക്കുക എന്നത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു ശ്രദ്ധ നേടി. ശാസ്ത്രജ്ഞർ ഇപ്പോഴും അവിടെ പരിശോധനകൾ തുടരുന്നുണ്ട്. പ്രകൃതി വീണ്ടും ജീവൻ വയ്ക്കുന്നത് അവൾ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നു. അമാമിയിലെ ഈ പരീക്ഷണങ്ങൾ ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്കും സഹായകരമാകുന്നുണ്ട്. നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ പറ്റുമെന്നും പക്ഷേ അതിന് വലിയ അധ്വാനം വേണമെന്നുമാണ് അമാമി നമുക്ക് കാണിച്ചു തരുന്നത്. ജപ്പാൻ ഈ കാര്യത്തിൽ വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.